ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതിയ സ്ഥലം എന്ന് പറഞ്ഞത് മൂന്നാറിനടുത്ത് മാങ്കുളത്തിനടുത്ത് ആനക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ആനകളൊക്കെ കൂട്ടത്തോടെ വന്ന് വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. അപ്പൊ ആനക്കുളം കാണാൻ വേണ്ടി ഇന്ന് എന്നോടൊപ്പം വേറെ ആളും കൂടെ ഉണ്ട്, നമ്മളെ നിസാർ കാരമ്പത്തൂര്. അപ്പൊ നമ്മളെ യാത്ര ഇതാ തേയിലത്തോട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ റൂട്ടിൽ വരുന്നവർക്ക് താമസിക്കാനുള്ള നല്ല അടിപൊളി റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ തന്നെ മുകളിൽ കണ്ടോ, നല്ല സൂപ്പർ റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആനക്കുളത്തേക്ക് പോകുമ്പോ ഇതുപോലെ അടിപൊളി അതിമനോഹരമായൊരു വെള്ളച്ചാട്ടമൊക്കെ കാണാം. ഇതൊക്കെ ആസ്വദിച്ചിട്ട് പോവാം. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സൺസെറ്റ് ഒക്കെ കാണാം. ആഹാ, എന്ത് മനോഹരമായ കാഴ്ചകളാണ് നോക്കി. അപ്പൊ നമ്മളെ ആനകള് വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം ഇതാണ്, ഇറങ്ങി വരുന്നത്. ഇവിടെ വന്നിട്ടാണ് ആനകൾ വെള്ളം കുടിക്കുന്നത്. ഇവിടുത്തെ വെള്ളത്തിന് എന്തോ ഒരു ഉപ്പ് ടേസ്റ്റ് ഉണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് വലിച്ചു കുടിക്കാൻ വേണ്ടിയിട്ട് അത്ര ആനകൾ ഇങ്ങോട്ട് വരുന്നത്. രാവിലെ ആയതുകൊണ്ട് ഇപ്പൊ ആനകളില്ല, ഇനി ആനകൾ വരുന്ന പറയുന്നത്. ഇവിടെ കൂട്ടത്തോടെ ആനകൾ ഇറങ്ങി വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്, ആനക്കുളം. ആ കാട്ടിനകത്ത് നിന്നാണ് ആനകൾ ഇറങ്ങി വരുന്നത്. ഇവിടെ വന്ന് വെള്ളം കുടിച്ച് ഒരു 10 മണിക്കൂറൊക്കെ ഇവിടെ സ്റ്റേ ചെയ്തതിന് ശേഷമാണ് ആന വീണ്ടും കാട്ടിലേക്ക് തിരിച്ചു കയറുന്നത്. അപ്പൊ ജീപ്പൊക്കെ കയറി വരുന്ന രീതി കൊണ്ട് നോക്കിയേ, ഓഫ് റോഡാണ് കേട്ടോ, ഓഫ് റോഡ്. ഇത് ഫുൾ ടൈം ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറയുന്നത്. ശരി. പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഇവിടെ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ.
ആനക്കുളത്തെ ആദിവാസി കോളനിയാണ് ഈ കാണുന്നത് കേട്ടോ. ആദിവാസി കോളനികൾ. ഇതുണ്ടോ ഫോറസ്റ്റ് വാച്ച് ടവറാണ് ഈ കാണുന്നത്. ഇപ്പൊ ഏകദേശം നമ്മൾ കാടിനുള്ളിലേക്ക് 20 കിലോമീറ്റർ ദൂരത്തിലേക്ക് പോകുന്നു. കൊടും കാട്ടിനുള്ളിലാണ് ഇപ്പൊ ഉള്ളത്.